നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. Powered by Liutech Solar Solutions, Mayil Foodstuffs, Mookanur and Cochin Kalabavan Ankamali franchise. പാഴ്സലിൽ ഗ്രേവി കുറഞ്ഞതിന്റെ പേരിൽ ഹോട്ടൽ ഉടമയെ ക്രൂരമായി ആക്രമിച്ച് യുവാക്കൾ. ആലപ്പുഴയിലെ താമരക്കുളത്താണ് സംഭവം. പൊറോട്ടയും ബീഫും വാങ്ങിയതിന് ഒപ്പം നൽകിയ പാഴ്സലിൽ ഗ്രേവിയുടെ അളവ് കുറഞ്ഞുവെന്ന് പറഞ്ഞ് യുവാക്കൾ ഹോട്ടലുടമയെ ചട്ടുകം കൊണ്ട് തലക്കടിക്കുകയായിരുന്നു. ഹോട്ടലുടമ മുഹമ്മദ് ഉവൈസിനാണ് പരിക്കേറ്റത്. 3 പേരാണ് ആക്രമണം നടത്തിയത്. ഇന്നലെ വൈകിട്ടോടെയാണ് താമരക്കുളം ജംഗ്ഷന് സമീപത്തുള്ള ഹോട്ടലിൽ യുവാക്കളും ഹോട്ടലുടമയും ഏറ്റുമുട്ടിയത്. ബുഖാരി എന്ന ഹോട്ടലിലാണ് സംഘർഷമുണ്ടായത്. തങ്ങൾ 12 പൊറോട്ട വാങ്ങിയെന്നറിഞ്ഞിട്ടും അതിനനുസരിച്ചുള്ള ഗ്രേവി നൽകിയില്ലെന്ന് പറഞ്ഞാണ് യുവാക്കൾ ഹോട്ടൽ ജീവനക്കാരോട് തട്ടിക്കയറിയത്. പിന്നീട് ഹോട്ടൽ ഉടമയും യുവാക്കളും തമ്മിൽ വലിയ വാക്കേറ്റമുണ്ടായി. ഇതിനിടെ അക്കൂട്ടത്തിലൊരു യുവാവ് ചട്ടുകവുമായി എത്തിയ ഉവൈസിനെ ആക്രമിക്കുകയായിരുന്നു. ഇടുക്കി പൂപ്പാറയിൽ 45 ദിവസം പ്രായമുള്ള കുട്ടി മരിച്ചു. പൂപ്പാറ സ്വദേശികളായ സച്ചിൻ, മാരിയമ്മ ദമ്പതികളുടെ പെൺകുഞ്ഞാണ് മരിച്ചത്. ശ്വാസതടസ്സത്തെ തുടർന്ന് അടിമാലി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും കുട്ടിയെ രക്ഷിക്കാനായില്ല. ശ്വാസതടസ്സത്തിനൊപ്പം ഫിറ്റ്സ് ഉണ്ടായതാണ് മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ദിവസം 45 ദിവസത്തിന്റെ വാക്സിൻ ശാന്തൻപാറ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും എടുത്തിരുന്നു. ഇതുമൂലമാണോ മരണം സംഭവിച്ചത് എന്നും സംശയമുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമേ മറ്റു കാര്യങ്ങൾ വ്യക്തമാകൂവെന്നും പോലീസ് അറിയിച്ചു. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സിറ്റി ടവർ, ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. ഗുജറാത്തിലെ വഡോദരയിൽ നടന്ന ഒരു ഭയാനകമായ റോഡപകടത്തിൽ മദ്യലഹരിയിൽ ഡ്രൈവർ 4 പേരുടെ ജീവൻ അപകടത്തിൽപ്പെടുത്തി. അപകടത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും മറ്റുള്ളവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അപകട സ്ഥലത്തു നിന്നും ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അമിതമായി മദ്യപിച്ച ഡ്രൈവർ അപകടത്തിന് ശേഷം കാറിൽ നിന്നും ഇറങ്ങി മറ്റൊരു റൌണ്ട് എന്ന് നിലവിളിക്കുന്നതും സമീപത്തുള്ളവർ അയാളെ പിടികൂടുവാൻ ശ്രമിക്കുന്നതും പരിക്കേറ്റവർ നിലത്ത് ചിതറിക്കിടക്കുന്നതും ഇതിൽ കാണാം. വ്യാഴാഴ്ച രാത്രി കരേലി ബാഗ് പ്രദേശത്തിന് സമീപമാണ് അപകടം നടന്നത്. രക്ഷിത് ചൌരസ്യ എന്ന ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശിലെ വാരാണസി നിവാസിയായ ഇയാൾ വഡോദരയിലെ ഒരു സർവകലാശാലയിൽ നിയമം പഠിക്കുകയാണ്. കളമശ്ശേരി പോളി ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ വിശദീകരണവുമായി SFI. കേസിൽ SFIക്ക് പങ്കില്ല. KSU നടത്തിയ ഗൂഢാലോചനയാണിത്. കഞ്ചാവ് എത്തിച്ചത് KSU നേതാവാണ്. KSU പ്രവർത്തകൻ ആദിൽ ഒളിവിലാണ്. റെയ്ഡിന് പിന്നാലെ KSU നേതാക്കൾ ഒളിവിൽ പോയെന്നും SFI ആരോപിച്ചു. അഭിരാജ് നിരപരാധിയാണ്. അഭിരാജ് ഒരു ലഹരിയും ഉപയോഗിക്കില്ല. പോലീസ് മുൻവിധിയോടെ സംസാരിച്ചുവെന്നും SFI ആരോപിച്ചു. കഞ്ചാവ് കേസിൽ തന്നെ കുടുക്കിയതെന്ന് അഭിരാജ് പറഞ്ഞു. റെയ്ഡ് നടക്കുമ്പോൾ കോളേജിന് പുറത്തായിരുന്നു. തന്റെ മുറിയിൽ പരിശോധന നടത്തിയത് അറിയില്ല. ഹോസ്റ്റലിലേക്ക് എത്തിയപ്പോൾ പോലീസ് കഞ്ചാവുമായി നിൽക്കുകയായിരുന്നു. എന്നോട് പറഞ്ഞു നിന്റെ മുറിയിൽ നിന്നും കണ്ടെത്തിയെന്ന്. ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകുമെന്നും അഭിരാജ് വ്യക്തമാക്കി. തിരുവനന്തപുരം കൊറ്റമത്ത് സ്ത്രീയെ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ദന്ത ഡോക്ടറായ സൌമ്യയാണ് മരിച്ചത്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ പുലർച്ചെ 2 മണിയോടെയാണ് സൌമ്യയെ വീട്ടിലെ മുകൾ നിലയിലെ ബാത്റൂമിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സമയം ഇവരുടെ ഭർത്താവ് ആദർശും ഇയാളുടെ അമ്മയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ആദർശിന്റെ അമ്മ കാലൊടിഞ്ഞ വീട്ടിൽ കിടപ്പിലാണ്. ഇവർക്ക് കൂട്ടുകിടക്കുകയായിരുന്നു സൌമ്യ. താഴത്തെ നിലയിലായിരുന്നു കിടന്നിരുന്നത്. 2 മണിയോടെ സൌമ്യയെ കാണാതായതിനെ തുടർന്ന് ആദർശിനെ ഫോണിൽ വിളിച്ചറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മുകൾ നിലയിൽ രക്തം വാർന്ന നിലയിൽ യുവതിയെ കണ്ടെത്തിയത്. ഉടൻ നെയ്യാറ്റിൻകര മിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെയായിരിക്കും ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക.
4 വർഷം മുൻപാണ് സൗമ്യയും ആദർശും വിവാഹിതരായത്. സൗമ്യയ്ക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പോലീസ് പറയുന്നുണ്ട്. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കൃത്യതയാർന്ന പ്രവർത്തനം സംഘടിപ്പിച്ച് പൊങ്കാല മഹോത്സവ നടത്തിപ്പിനാവശ്യമായ സൌകര്യങ്ങളും പിന്തുണയും നൽകിയ തിരുവനന്തപുരം നഗരസഭയ്ക്കും ശുചീകരണ തൊഴിലാളികൾക്കും പോലീസിനും മറ്റ് സർക്കാർ വകുപ്പുകൾക്കും അഭിനന്ദനങ്ങൾ അറിയിച്ച് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. പൊങ്കാലയ്ക്ക് ശേഷം കോർപ്പറേഷന്റെ 3204 ശുചീകരണ തൊഴിലാളികൾ മണിക്കൂറുകൾ കൊണ്ട് നഗരം പഴയപടിയാക്കുന്നത് നേരിൽ കാണാനിടയായെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നെത്തിയ ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് തിരുവനന്തപുരം നഗരത്തിൽ പൊങ്കാലയിട്ടത്. പാകിസ്ഥാനിൽ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നുവെന്ന ആരോപണത്തെ ഇന്ത്യ വെള്ളിയാഴ്ച ശക്തമായി തള്ളിക്കളഞ്ഞു. ആഗോള ഭീകരതയുടെ യഥാർത്ഥ പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന് ലോകത്തിന് നന്നായി അറിയാമെന്നും ഇന്ത്യ പറഞ്ഞു. 21 യാത്രക്കാരുടെ മരണത്തിനിടയാക്കിയ ബലൂചിസ്ഥാൻ ട്രെയിൻ ആക്രമണവുമായി ഇന്ത്യയെ ബന്ധിപ്പിച്ച് പാകിസ്ഥാൻ കുറ്റപ്പെടുത്തിയിരുന്നു. പാകിസ്ഥാൻ ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ ഞങ്ങൾ ശക്തമായി തള്ളിക്കളയുന്നു. ആഗോള ഭീകരതയുടെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന് ലോകത്തിന് മുഴുവൻ അറിയാം എന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സ്വന്തം ആഭ്യന്തര പ്രശ്നങ്ങളുടെയും പരാജയങ്ങളുടെയും ഉത്തരവാദിത്തം മറ്റുള്ളവരിലേക്ക് മാറ്റുന്നതിന് പകരം പാകിസ്ഥാൻ ഉള്ളിലേക്ക് നോക്കണം. ഹോളി ആഘോഷിക്കുന്നതിനിടെ ചായം തേക്കാൻ വിസമ്മതിച്ച 25-കാരനെ കഴുത്ത് ഞെരിച്ച് കൊന്നു. രാജസ്ഥാനിലെ ദൌസ ജില്ലയിലാണ് സംഭവം. മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനായി ലൈബ്രറിയിൽ പഠിച്ചുകൊണ്ടിരുന്ന 25 വയസ്സുകാരനായ ഹൻസ് രാജ് മീണയാണ് കൊല്ലപ്പെട്ടതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. അശോക്, ബബ്ലു, കലുറാം എന്നിവർ ഹൻസ്രാജിനെ ആക്രമിച്ചു. ഹൻസ്രാജ് നിറം പുരട്ടുവാൻ വിസമ്മതിച്ചതോടെ 3-അംഗ സംഘം അദ്ദേഹത്തെ ചവിട്ടുകയും ബെൽറ്റ് ഉപയോഗിച്ച് മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് ASP ദിനേശ് അഗർവാൾ പറഞ്ഞു. അതിനുശേഷം കൂട്ടത്തിലൊരാൾ അദ്ദേഹത്തെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തുവെന്നും വ്യക്തമാക്കി. സംഭവത്തിൽ രോഷാകുലരായ ഗ്രാമവാസികൾ ഹൻസ്രാജിന്റെ മൃതദേഹവുമായി പ്രതിഷേധിച്ചു. കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകണം എന്നുമായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.